ഓക്കെ, അപ്പോൾ ഞാൻ ഇൻ്റർവൽസിൽ എല്ലാ ചോദ്യങ്ങളും ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താണെന്ന് അറിയേണ്ടത്, ഒരു ശ്രദ്ധ എന്ന് പറയുന്നത് ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. ഇത് എത്ര ആൾക്കാർ ഇത് ചെയ്തതെന്ന് നമുക്ക് അറിയില്ല, പക്ഷേ ഇത് NCERT-യിലൊരു ക്വസ്റ്റ്യനാണ്, എക്സസൈസ് ക്വസ്റ്റ്യനാണ്. സോ വി നോ സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ x² dx - x³ + y³ dy. ഇത് പ്രത്യക്ഷത്ത് കാണുമ്പോൾ ഇത് എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ട് ഇത് ഏത് ഫോമൊന്നും തിരിയുന്നുണ്ടാവില്ല. ഇതാദ്യം എന്ത് ചെയ്യുക, നമുക്ക് ആദ്യം dy/dx എങ്ങനെയെങ്കിലും, ഇതിപ്പോൾ എന്ന് പറയുമ്പോൾ മൊത്തം അവിയൽ പരിപ്പ് സാമ്പാറില്ല, നമുക്ക് എങ്ങനെയെങ്കിലും dy/dx എന്നുള്ള ഫോർമുല കിട്ടണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ മൈനസ് എന്നുള്ള സാധനം അപ്പുറത്തേക്ക് എടുത്ത്, അപ്പോൾ x² y dx = dy ഇൻറ്റു ഈ മൈനസ് അപ്പുറത്തേക്ക് പോകും +i x³ + y³. എനിക്കിവിടെ കാണുന്നുണ്ടല്ലോ, ഈ ഈ dx താഴെ എടുക്കുക, ഇതിന് അങ്ങോട്ടേക്ക് പറഞ്ഞേക്കുക. അപ്പോൾ dy/dx = x² y മോൾ x² y ഡിവൈഡഡ് ബൈ x³ + y³. ഇനി എന്താ ചെയ്യേണ്ടത്, ഇവിടെ പ്രത്യേകിച്ചൊന്നും എന്താ പറയുക, നമ്മളെ എന്താ പറയുക വേരിയബിൾ സെപ്പറബിൾ ചെയ്യാൻ പറ്റില്ല ഇവിടെ. കാരണം എന്താണ്, ഇവിടെ 2 ടേംസ് ഉണ്ട് മൾട്ടിപ്ലിക്കേഷനിൽ, അപ്പോൾ അത് ചെയ്യാനാവില്ല. അതേസമയം എന്ന് പറയേണ്ടത് ഈ പറയുന്ന നമ്മളെ ലീനിയർ ഡിഫറൻഷ്യലും അല്ല, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ മെത്തേഡ് ഇവിടെ ഉപയോഗിക്കുക, ഏത്, ഹോമോജനസ് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ എടുക്കാൻ പോകുന്നതാണ്. ഒരു y = vx എന്ന് പറയുന്നൊരു സബ്സ്റ്റിറ്റ്യൂഷൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ എവിടെയെല്ലാം y ഉണ്ടോ അവിടെയെല്ലാം നമ്മൾ vx എന്ന് പറഞ്ഞിട്ടായിരിക്കും കൊടുക്കുക. അപ്പോൾ ഇതിനൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ dy/dx ഇതെന്താ, ഇപ്പോൾ പ്രൊഡക്റ്റ് റൂൾ അല്ലേ ഇത്. അപ്പോൾ ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ സെക്കൻഡ് ഫംഗ്ഷൻ നമ്മൾ ഡെറിവേറ്റീവിൽ എങ്ങനെ ഇത് എടുക്കുക, ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ 1 തന്നെ, പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ്, ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്നാ dv/dx. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ എന്തിനാണ് ചെയ്യുന്നത്, ഈ സാധനത്തിന് പകരം ഇവിടെ ഈ സാധനത്തിന് പകരം നമ്മളിപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോവുക. അതേപോലെ ഈ y എവിടെയെല്ലാം കാണുന്നുണ്ടോ അതിന് പകരം ഇതിപ്പം കൊടുക്കാൻ പോവുക. സോ dy/dx എന്തായിട്ട് മാറി, v × 1 v പ്ലസ് x × dv/dx. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്റ്റെപ്പ് മിസ്സായി കഴിഞ്ഞാൽ സംഭവം പോയി. x² അതിനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻറ്റു y നമ്മളിപ്പോൾ എന്താ എടുത്തത്, vx എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടാണ് ഇല്ലത്. x³ അതിനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, സോറി, ഇത് പ്ലസ് y³ yൻ്റെ എന്താ vx ആണ്, അതിൻ്റെ ഹോൾ ക്യൂബ് എടുക്കുക. ഇനി ഇതിപ്പം തൽക്കാലത്തേക്ക് ഒന്നും ചെയ്യില്ല, v + x dv/dx = എക്സിൻ്റെ ഇവിടെ ഒരു x² ഉണ്ടല്ലോ, അപ്പോൾ x³ ആയിട്ട് മാറും, v ഡിവൈഡഡ് ബൈ x³ പ്ലസ് ഇതിൻ്റെ എന്താ പറയുക ക്യൂബ് എടുക്കുന്ന സമയത്ത് v³ x³. നമുക്കിവിടെ ഇപ്പോൾ എന്തോ കോമൺ എടുക്കാൻ പോലെ തോന്നുന്നുണ്ട്. v + x dv/dx = x³ ഇൻറ്റു v ഡിവൈഡഡ് ബൈ, ഇവിടുന്ന് x³ കോമൺ എടുക്കാം, x³ ഇൻറ്റു 1 + v³, x³ ഇൻറ്റു 1 x³, x³ ഇൻറ്റു v³ x³. അപ്പോൾ ഇതാ സംഭവം കട്ട്, ഇത് രണ്ടും കട്ടായി പോയി. അടുത്തത് v + x dv/dx = v ഡിവൈഡഡ് ബൈ 1 + v³. ഇനി എന്ത് ചെയ്യുക, ഈ vനെ നേരെ അങ്ങോട്ടേക്ക് പറഞ്ഞേക്കുക. അപ്പോൾ x dv/dx = v ഡിവൈഡഡ് ബൈ 1 + v³ മൈനസ് v/1. അപ്പോൾ ഇതെന്ത് ചെയ്യുക, അതിന് ക്രോസ് മൾട്ടിപ്ലൈ, v മൈനസ് v ഇൻറ്റു 1 + v³ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്നാൽ 1 + v³ തന്നെ. ഇനി ഇതിൻ്റെ ബാക്കി ഞാൻ ഇനി അപ്പുറത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എഴുതാൻ പോവുക, x ഇൻറ്റു dv/dx = എൻ്റെ പേരെന്തായിരുന്നു, v മൈനസ് v ഇൻറ്റു 1 + v³ ഡിവൈഡഡ് ബൈ 1 + v³. അപ്പോൾ v എന്താണ്, മൈനസ് v അല്ല മൈനസ് v ഇൻറ്റു 1 -1, എന്താ പറഞ്ഞു വന്നേ, മൈനസ് v ഇൻറ്റു 1 മൈനസ് v ആണ്. അതേപോലെ മൈനസ് v ഇൻറ്റു v³ മൈനസ് v⁴. അപ്പോൾ ഈ vയും v ഇവിടെ കട്ടായി, 1 + v³ ഇവിടെ ഈ സാധനമുണ്ട്. അടുത്തത് x dv/dx = മൈനസ് v⁴ ഡിവൈഡഡ് ബൈ 1 + v³. നമുക്കിനി എന്ത് വേണം, ഇതിപ്പോൾ ഏകദേശം നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫോമിലേക്ക് മാറിയിട്ടുണ്ട്. dvൻ്റെ
വി ടേംസ് ഒരുമിച്ചിട്ട് എക്സിൻ്റെ ഈ ഡി എക്സിൻ്റെ ടേംസ് ഒരുമിച്ചിട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ എന്ന് പറയേണ്ടത് ആദ്യം ഈ 1+v³ ഇങ്ങോട്ടേക്ക് പറഞ്ഞേച്ച് ഈ മൈനസ് ഇവിടെ തന്നെ നോട്ടെ, ഈ v⁴ ഇങ്ങോട്ട് താഴെ പറഞ്ഞേച്ച്. അപ്പോൾ ഡി വി ഇൻറ്റു അല്ലെ ഡി വി ആദ്യം അതണ്ട 1+v³ ഡിവൈഡഡ് ബൈ v⁴. അപ്പോൾ എന്താ ഈക്വൽ ടു ഇൻറ്റു ഡി വി ഈ പറയുന്ന മൈനസ് എക്സ് ഇൻറ്റു അല്ല എക്സ് അല്ല -1/x. എക്സ് മുകളിലല്ലേ, താഴെ പോകുമ്പോൾ 1/x ആവും. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. മൈനസ് ഞാൻ എക്സ്ട്രാ കൊണ്ടുവന്നല്ല, ഇവിടെയില്ല മൈനസാണ്. ആ മൈനസ് ഞാനിവിടെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനത്തെ ഒരു സ്ഥിതി. ഓക്കെ, ഞാനിനി ചെയ്യാൻ പോകുന്ന ശ്രദ്ധിക്കുക. ഞാനിതിനെ ഇങ്ങോട്ടേക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അത് അല്ല എന്ന് പറയേണ്ടത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ, അതായത് നമുക്ക് എഴുതാൻ പറ്റും a+b/c = a/c + b/c. ഞാൻ കുറേ പ്രാവശ്യം ഇത് പറയാം, ഇത് നമുക്ക് ചെയ്യാം. അപ്പോൾ 1/v പ്ലസ് v³ അല്ല, ആക്ച്വലി ഇത് 1/v⁴ ആണ്, കാരണം താഴെ ഡിനോമിനേറ്റർ ആണല്ലോ. അടുത്തത് v³ ഡിവൈഡഡ് ബൈ v⁴. ഇത് കട്ട് ചെയ്യാലോ, ഇവിടെ 3 പ്രാവശ്യം, ഇവിടെ ഒരു പ്രാവശ്യം. ഈക്വൽ ടു ഡി വി ഈക്വൽ ടു -1/x ഇൻറ്റു ഡി എക്സ്. ഇതിപ്പോഴും ചെയ്യാനായിട്ടില്ല. 1/v⁴ പ്ലസ് 1/v ഈക്വൽ ടു എന്താണ് -1/x ഇൻറ്റു ഡി എക്സ്. ഇതെന്താണ്, ഞാനിപ്പോൾ ഇതിൻ്റെ എന്താണ് ഒന്നും കൂടി ഒരു സ്റ്റെപ്പും കൂടി ചെയ്യുക. ഈ 1/v അങ്ങനെ തന്നെ തൊട്ട് ഇതിനെ നമ്മൾ മുകളിലോട്ടേക്ക് എടുത്ത് നിൽക്കുന്ന സമയത്ത് v⁻⁻ വരും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏതൊരു നമ്പറിൻ്റെയോ a⁻⁻1 എന്ന് പറയുന്നത് 1/a ആണ്. അപ്പോൾ ഇതിനെ തിരിച്ചിട്ട് എഴുതുന്ന സമയത്ത് 1/n തിരിച്ചിട്ട് എഴുതുമ്പോൾ -1 വരും. a⁻²2 ആണെങ്കിൽ 1/a². റെസിപ്രോക്കൽ എടുക്കുക, പവർ ആഡ് ഇട്ട് കൊടുക്കുക. -4 പ്ലസ് 1/v ഈക്വൽ ടു -1/x ഇൻറ്റു ഡി എക്സ്. ഇനി ഞാൻ എന്താണ്, ഇവിടെ ഒരു ഡി വി ഉണ്ട്, ഡി വി. ഇനി ഞാൻ എന്താണ് ഇൻ്റഗ്രൽ എടുക്കാൻ പോകും. ടേക്കിംഗ് ഇൻ്റഗ്രൽ ഓൺ ബോത്ത് സൈഡ്സ്. നമുക്കറിയാം ഇൻ്റഗ്രൽ പവർ റൂൾ പ്രകാരം x⁻n = എന്താണ് x⁻n−1 ഡിവൈഡഡ് ബൈ n−1. അപ്പോൾ ഞാനിതാ ഞാൻ സെപ്പറേറ്റ് ഇൻ്റഗ്രൽ എടുക്കുവാണ്. ഇതിൻ്റെ സെപ്പറേറ്റ് ഇൻ്റഗ്രൽ, ഇതിൻ്റെ സെപ്പറേറ്റ് ഇൻ്റഗ്രൽ. v⁻⁴ അല്ല സോറി, ഇത് -1 അല്ല സോറി, +1 ഇൻ്റഗ്രേഷൻ ഞാൻ ചെറുതായിട്ട് മാറിപ്പോയി. -1 +1 ഡിവൈഡഡ് ബൈ -4 +1 ആണല്ലോ x⁻⁻ എന്താണ് n+1 ഡിവൈഡഡ് ബൈ n+1 പ്ലസ് നമുക്കറിയാം ഇൻ്റഗ്രൽ 1/x dx = ln x, നാച്ചുറൽ ലോഗ് എക്സ് ആണ്. മോഡിടുക, കാരണം എന്താണ് നെഗറ്റീവ് ആവരുതല്ലോ ലോഗ് ഒരിക്കലും. അപ്പോൾ 1/vൻ്റെ ഇൻ്റഗ്രൽ എന്നാ ln v ആണല്ലോ, ഈക്വൽ ടു 1/xന് നമുക്കറിയാലോ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ആ മൈനസ് ഞാൻ ചേർത്ത് എന്നാലും ഇവിടുന്ന് കിട്ടിയ മൈനസാണ്. -ln x അല്ല, ഞാൻ മോഡിൽ ഇട്ടിട്ടില്ലത് +c. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ഇത് v⁻⁻4 + 1 എന്നാ -4 ചക്കയെന്ന് ഒരു ചക്ക ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -3 ചക്ക ഡിവൈഡ് ബൈ ഇത് -3 പ്ലസ് ln v ഈക്വൽ ടു -ln x പ്ലസ് c. ഇത് ആക്ച്വലി ഇവിടെ വേണ്ടിക്ക് നിർത്താം, പക്ഷേങ്കിൽ നമ്മളെ സൊല്യൂഷനിൽ നമ്മൾ ആൻസർ കീയിൽ ഇത്ര വരെ കൊടുത്തില്ലോ. ഇത് ഞാൻ ഒന്നും കൂടി ഒന്ന് വൃത്തിക്ക് വാങ്ങിയാക്കുവാണ്. എന്താണ് ഈ പറയുന്ന -3 അതേപോലെ തന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ, ഇത് എന്ത് ചെയ്യും, ഈ പവർ താഴെ വരും, എന്നിട്ട് അത് ആ ക്യൂബാണെങ്കിൽ ക്യൂബ് താഴെ വരും. അതേപോലെ ഇവിടെ ഒരു 3 ഉണ്ട് പ്ലസ് ln v. ഞാൻ ഈ മൈനസിന് ഇങ്ങോട്ടേക്ക് എടുക്കുക, അപ്പോൾ പ്ലസ് ln x ഈക്വൽ ടു c എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ വരും. ഇത് തീർന്നിട്ടില്ല, ഞാൻ ഒരു പേജും കൂടി എടുക്കാം. പേജ് ഓക്കെ -1/. ഇനി എന്ത് ചെയ്യുക, ഇതിന് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ എടുക്കുക. നമ്മൾ y = vx എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. അപ്പോൾ v = എന്താ y/x. ഇനി vന് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ട സമയത്തുണ്ട്. v = y/x എന്ന് പറഞ്ഞിട്ട് നേരെ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തോളാം. എന്താണ് v³ എന്ന് പറയുമ്പോൾ y/x (3) ഇൻറ്റു 3 പ്ലസ് ln v എന്ന് പറയുന്നത് y/x പ്ലസ് ln x
ഈക്വൽ ടു സി. അപ്പോൾ എന്ത് ചെയ്യുക, -1/y³ ഇൻറ്റു 3 പ്ലസ് ln y/x പ്ലസ് ln x ഈക്വൽ ടു സി. എന്ത് ചെയ്യുക, ഇത് എന്ന് പറയേണ്ടത് ഇപ്പോൾ a/b/c ഈസ് ഈക്വൽ ടു a ഇൻറ്റു c/b എന്നാണ്. അപ്പോൾ അതിൻ്റെ ഭാഗം ഈ x³ എന്നല്ല നേരെ മുകളിലോട്ടേക്ക് നേരെ അതിന് പ്രൊമോഷൻ കിട്ടും. x³ ഇൻറ്റു -x³ ഇൻറ്റു 3y³ പ്ലസ് നമ്മൾ പഠിക്കുന്ന ഒരു ഇതുണ്ട്, ഈ ലോഗാറിതമൊക്കെ ഉണ്ട്, ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ln x പ്ലസ് ln y ഈക്വൽ ടു ln xy. അതായത് പ്രൊഡക്റ്റ് റൂളാണ്, അല്ല സം റൂളാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് ഇങ്ങനെ കിട്ടുന്നത് 2 ലോഗ് വരുന്ന സമയത്ത്, അഡീഷണൽ വരുന്ന സമയത്ത് നമുക്കതിൻ്റെ ഒരു ലോഗ് എടുത്തിട്ട് എന്ത് ചെയ്യുക, രണ്ടും തമ്മിൽ അതിൻ്റെ 2 ഫങ്ഷൻസ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഞാനത് ഇവിടെ ചെയ്യാൻ പോകുന്നത് പ്ലസ് ln ഇത് y/x ഇൻറ്റു എക്സ്. അപ്പോൾ ഇവിടെ കാണുന്നില്ല, കട്ട് ഈക്വൽ ടു സി. ഇനി എന്താ ആൻസർ, -x³ ഡിവൈഡഡ് ബൈ 3y³ പ്ലസ് ln, ഇനി എക്സും കട്ടി y മാത്രം ബാക്കി, y ഈക്വൽ ടു സി. ഇതാണ് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഇവിടുത്തെ വരെ എത്തിച്ചാലും മതി. ഞാൻ കുറച്ചും കൂടി വൃത്തിക്ക് ഒരു 4 സ്റ്റെപ്പ് എക്സ്ട്രാ ചെയ്തിട്ട് ഫൈനൽ ആൻസർ വരെ എത്തിച്ചിട്ടുണ്ട്. ഇതാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ. ഇനിയുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ, ഓക്കെ, ഞാൻ ഇതിൻ്റെ ഈ ക്വസ്റ്റ്യൻ കൂടി ചെയ്യുവാണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ 14ാമത്തത്. സോൾവ് ദിസ് വൺ x² + 1 dy/dx + 2xy ഈക്വൽ ടു √(x² + 4). ഇത് എന്താ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഈ dy/dx നമുക്ക് സെപ്പറേറ്റ് കിട്ടണം. ഇത് ഈ സാധനമല്ല അധികപ്പറ്റിനെ പോക്കാൻ എന്ത് ചെയ്യുക, ഡിവൈഡ് ബൈ ചെയ്യുക. അപ്പോൾ dy/dx ഇൻറ്റു എല്ലാം ത്രൂ ഔട്ട് എന്ത് ചെയ്യുക, നമ്മളെ x² + 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, നമുക്ക് dy/dx സെപ്പറേറ്റ് ആയിട്ട് കിട്ടൂല. പ്ലസ് 2x ഡിവൈഡഡ് ബൈ 1 + x², x² + 1 അല്ലെങ്കിൽ എന്ന് അറിയേണ്ടത് 1 + x² സെയിം ആണ്, ഇൻറ്റു y. ഞാനിത് ഇങ്ങനെ പ്രത്യേക ഒരു ഫോർമാറ്റിൽ എഴുതുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. x² + 4 ഡിവൈഡഡ് ബൈ x² + 1. നമ്മൾ ഈ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ പഠിച്ചൊരു ഫോമാണ്. എന്താണ്, dy/dx പ്ലസ് px ഈക്വൽ ടു q. px അല്ല, py ഈക്വൽ ടു q. നിങ്ങൾ നോക്കി ഇത് അതേ ഫോമാണല്ലോ. dy/dx, ഇത് കട്ടായിപ്പോയി. dy/dx പിന്നെ y എന്ന് പറയുന്നത് ഇവിടെ പീൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്തോ ഒരു ടേം ഇങ്ങനെ ഉണ്ട്, ഒരു പീൻ്റെ കോയിഫിഷ്യൻ്റ് ആയിട്ട് ഉണ്ട്. അതേപോലെ ഒരു q എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആദ്യം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയണ്ടേ. അപ്പോൾ അതിൻ്റെ ഞാൻ ചെറിയൊരു ഇത് കാണിച്ചു തരാം. നമ്മൾ പറയാം അതിന്, ഈ പറയുന്നത് എന്താണ്, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നമ്മൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കണ്ടുപിടിക്കാറുണ്ട്. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ IF = e⁻², ഇതെന്താ സാധനം, ഇതിൻ്റെ പേരെന്തായിരുന്നു, ഇത് നമ്മളെ എക്സ്പോണൻ്റ് ആണ്. അതിന് ഇൻ്റഗ്രൽ pdx. ഈ pdx ഇപ്പോൾ എവിടുന്ന് കിട്ടുക, അല്ലെങ്കിൽ p എന്ന് പറയുന്ന സാധനം എവിടുന്ന് കിട്ടുക, അതാണ് ഈ കോയിഫിഷ്യൻറ്റ്, വൈൻ്റെ കോയിഫിഷ്യൻറ്റ്. അതാണ് ആക്ച്വലി ഈ പറയുന്ന p എന്ന് പറയുന്നത്. ഇൻ്റഗ്രൽ 2x ഡിവൈഡഡ് ബൈ 1 + x² dx. നമുക്കറിയാം ഇൻ്റഗ്രൽ ഈ സാധനം വരുന്നത് 2x ഡിവൈഡഡ് ബൈ 1 + x² വരുന്നത് എന്താണ്, ഓക്കെ ഇത് ആക്ച്വലി എന്താണ്, ഇതിൻ്റെ ഡെറിവേറ്റീവാണ് മുകളിലുള്ളത്. ഇത് താഴെ നിങ്ങൾ നോക്ക്, താഴത്തെ ഡെറിവേറ്റീവ് ഇപ്പോൾ 1ൻ്റെ ഡെറിവേറ്റീവ് 0, x² ഡെറിവേറ്റീവ് 2x, അതിൻ്റെ ഡെറിവേറ്റീവ് ഇൻ്റഗ്രൽ f(x) ഡിവൈഡഡ് ബൈ fx. നമ്മളിത് എന്താ പഠിച്ചത്, ലോഗ് എന്താണ് f(x) ആണ് പഠിച്ചത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്താ വരിക, ലോഗ് താഴത്തെ ഫംഗ്ഷന് 1 + x². അപ്പോൾ നമുക്കിത് എന്ത് എഴുതാം, ഇൻ്റഗ്രൽ ചെയ്ത് കഴിഞ്ഞാലോ ലോഗ് 1 + x². ഈ എക്സ്പോണൻ്റ് ലോഗും തമ്മിൽ ശത്രുക്കളല്ല. ഇൻ്റഗ്രലും ഇൻ്റഗ്രൽ ഡെറിവേറ്റീവ് ഇത് രണ്ടും തമ്മിൽ എന്താവും, ക്യാൻസൽ ആയിപ്പോൾ. കാരണം ബോത്ത് ആർ എന്താണ്, റിവേഴ്സ് ഓപ്പറേഷൻസ്. ഡെറിവേറ്റീവിൻ്റെ റിവേഴ്സാണ് ഇൻ്റഗ്രലിൻ്റെ റിവേഴ്സാണ് ഡെറിവേറ്റീവ്. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലോ രണ്ടും കൂടി ക്യാൻസൽ ആയി പോകും. അതേപോലെ തന്നെ ലോഗിൻ്റെ എന്ന് പറയേണ്ടത് റിവേഴ്സാണ് എക്സ്പോണൻ്റെ റിവേഴ്സാണ് ലോഗ്. അപ്പോൾ ലോഗും എന്താണ്, എക്സ്പോണൻറ്റ് വന്നു കഴിഞ്ഞാൽ എന്താവും, അത് 0 ആയി പോകും, കട്ടായിപ്പോവും. ഇറ്റ് ബിക്കംസ് എന്താണ് 1 എന്ന് പറയേണ്ടത്. അപ്പോൾ ഈ പറയുന്ന ടേം അതിൻ്റെ ഫംഗ്ഷനിൽ എന്താണ്, അതായത് e⁻log x എന്ന് പറയുന്നത് എന്താണ്, x ആയിട്ട് ബാക്കിയായിപ്പോൾ. ഇതും കട്ടായി പോകുന്ന വിഷ്വലൈസ് ചെയ്യുക, എക്സ് മാത്രം ബാക്കി.
അപ്പോൾ ഇവിടെ ഇതും കട്ടായി. നമ്മളെ എന്താ പറയുക മറ്റേ ഞാനും പറയാം പൂച്ചയും മറ്റേ നായിനെയും ശത്രുക്കളെ പോലെ രണ്ടും കൂടി കട്ടായിപ്പോയി. ഈ ടേം മാത്രം ബാക്കിയായി 1+x². ഇതിൻ്റെ സൊല്യൂഷനാണ് ഈ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ എഴുതുക y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ q ഇൻറ്റു എന്താണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ dx. ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് എഴുതുക. അതായത് y എന്ന് പറയുന്നത് y, ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ y എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ മതി. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ നമ്മൾ ഇപ്പം കണ്ടുപിടിച്ചല്ലോ 1+x², അത് എഴുതുക ഈക്വൽ ടു ഇൻ്റഗ്രൽ q. ഈ q എടുപ്പോയി ഇതാ ഈ q, അതാണ് ഈ q, ഈ q ആണ് ഈ q ഇൻറ്റു ഇവിടെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ അത് ചെയ്യുക dx. അതിൻ്റെ ഇൻ്റഗ്രൽ എടുക്കുക. അപ്പോൾ ഇനി ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാമല്ലോ. അപ്പോൾ ഞാൻ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ e⁻p⁴dx അത് എത്ര എനിക്ക് ഇപ്പോൾ കിട്ടിയിട്ടത് ഞാനിത് എവിടെ ചെയ്തപ്പോൾ എനിക്ക് 1+x² എന്ന് കിട്ടി. ഇനി നമുക്ക് സൊല്യൂഷനിലേക്ക് വരാം. സൊല്യൂഷൻ ഓക്കെ, y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ 1+x² ഈക്വൽ ടു ഇൻ്റഗ്രൽ q എന്ന് പറയുന്ന ഈ ടേം ആണല്ലോ. അപ്പോൾ x² + 4 ഡിവൈഡഡ് ബൈ x² + 1. നിങ്ങളിപ്പോൾ മാജിക്ക് നോക്കിക്കോ, ഇതിപ്പം കട്ടായിപ്പോൾ ഈ താഴത്തെ ടേം ഇപ്പം കട്ടായിപ്പോൾ. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്നാ x² + 1 കട്ട് dx. y ഇൻറ്റു 1+x² ഈക്വൽ ടു ഇൻ്റഗ്രൽ √x² + 4 dx. ഇത് ആക്ച്വലി സ്പെഷ്യൽ ഇൻ്റഗ്രൽസ് ആണ്, ഞാൻ പറഞ്ഞുതരാം. ഇൻ്റഗ്രൽ ഇത് എന്താണ് x² + a² ഫോർമാറ്റിൽ, ഇതിപ്പോൾ ആ ഫോർമാറ്റിലല്ല, ഇതിപ്പോൾ x² a², a², 4ൻ്റെ എന്താണ് ഇപ്പോൾ റൂട്ട് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2ൻ്റെ സ്ക്വയർ ഓഫ് 4. അപ്പോൾ ഇതൊരു x² + a² ഫോർമാറ്റ് ഇല്ല. ഇതിപ്പോൾ സ്പെഷ്യൽ ഇൻ്റഗ്രൽസിലെ ഒരു ഇൻ്റഗ്രലാണ്. ഇതിന് ആൻസർ എഴുതുക നമ്മൾ x/2 √x² + a². ബേസിക്കലി ഇവിടെ എന്താണോ ഇല്ലത് അതേപോലെ തന്നെ ഇവിടെ എഴുതി കൊടുക്കുക. x² + a². ഇവിടെ x² + 4 ആണെങ്കിൽ ഇവിടെ x² + 4, x² + 9 ആണെങ്കിൽ ഇവിടെ x² + 9. വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പ്ലസ് ഇത് a ആണ് കേട്ടോ, 9 അല്ല. എന്താണ് a/2 ഇൻറ്റു ലോഗ്, ഇവിടെ മോഡ് എടുക്കണം, x + ഇനി ഇതേ സാധനം തന്നെ x² + a². അതായത് എന്ത് ചെയ്യുക, ഇവിടെയും അതേപോലെ എഴുതുക, ഇവിടെയും അതേപോലെ എഴുതുക. ഈ സാധനം, ഈ കിട്ടിയ സാധനത്തിനാണ് നമ്മളിവിടെ ഇല്ല ഈ ഒരു ഫംഗ്ഷൻ ഉണ്ടാവില്ല, അതിന് ഇതേപോലെ തന്നെ ഒരു മാറ്റം ഇല്ലാണ്ട് എഴുതി കൊടുക്കുക. പ്ലസ് ഒരു സി ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിവിടെ ചെയ്ത് നോക്കാമല്ലോ. y ഇൻറ്റു നമ്മളെ ആൻസർ ഇത് ലാസ്റ്റ് സ്റ്റെപ്പ് എത്തിയിട്ടുണ്ട്. ഓക്കെ, x/2 ഞാൻ ചെയ്യുവാണ്. x/2 അല്ല x/2 √x² + a², x² + 4 പ്ലസ് a/2 എന്ന് പറയുന്നത് എന്നാ ഇവിടെ ഈ a² = 4 ആണ്. അപ്പോൾ a എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ a/2 എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ ഈ പറയുന്നത് എന്ത് വരും, 2/2 എന്ന് വരും, = 1. അപ്പോൾ 1 ഇൻറ്റു ലോഗ് x തന്നെ എഴുതും, അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. x + √x² + a². ഇതേ ടേം ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഇല്ല ടേം ഇവിടെയും ചെയ്യുക, ഇവിടെയും ചെയ്ത് കൊടുക്കുക, കഷാപ്പ് ചെയ്ത് കൊടുക്കുക. x² + 4 ഫിറ്റിങ് പ്ലസ് c. ഫൈനൽ ആൻസറായി. സോ ദിസ് ഇസ് ദ ആൻസർ ഓഫ് 14th ക്വസ്റ്റ്യൻ. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇത് എന്ന് പറയേണ്ടത്. പൊതുവേ ഇതിൻ്റെ ഞാൻ കുറച്ച് ടഫ് എന്ന് വിശേഷിപ്പിക്കും, കാരണം നമ്മളെ ഈ പറയുന്നത് സ്പെഷ്യൽ ഇൻ്റഗ്രൽസിൻ്റെ പൊതുവേ ചോദിക്കാറില്ലായിരുന്നു. പൊതുവേ ഈ പറയുന്നത് എന്താണ്, ഈ √x² + 4 അതൊരു സ്പെഷ്യൽ ഇൻ്റഗ്രലാണ്. അപ്പോൾ സ്പെഷ്യൽ ഇൻ്റഗ്രൽ കൂടി അറിയുന്ന ഒരാൾക്ക് മാത്രമേ ഇതിൻ്റെ ഫൈനൽ ആൻസറിലേക്ക് ഇവിടുത്തെ വരെയല്ലോ ഈ സ്റ്റെപ്പ് വരെ എത്തിച്ചേരാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പിൽ എത്തിച്ചേരാൻ പറ്റില്ല. അതായത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, ചിലപ്പോൾ 2 മാർക്ക് ചിലപ്പം കിട്ടും ഈ ലാസ്റ്റ്. കാരണം ഇത് കുറച്ച് അത്യാവശ്യം വലിയ ഫോർമുലയാണ്. ഈ ഫോർമുല ഈ സ്പെഷ്യൽ ഇൻ്റഗ്രൽ അറിയാത്ത ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ സ്റ്റെപ്പിൽ നിന്നോവും, പിന്നെ ഈ സ്റ്റെപ്പിൽ എത്താൻ പറ്റില്ല. ഫൈനൽ ആൻസറും കൂടി എത്തിക്കഴിഞ്ഞാൽ എത്ര മാർക്ക് കിട്ടി, 3 മാർക്ക്. ഇത് 3 മാർക്കല്ല, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയത്. ഇതാണ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് ചോദിച്ച 2 ചോദ്യങ്ങൾ. ഓർഡർ ആൻഡ് ഡിഗ്രീൻ്റെ ചോദ്യം അത്ര ടഫായുള്ള ചോദ്യമൊന്നുമല്ല. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ നമ്പർ 13, പിന്നെ ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ എടുപ്പോയി ഇതാ ക്വസ്റ്റ്യൻ നമ്പർ 13 ആൻസർ, അതേപോലെ ക്വസ്റ്റ്യൻ നമ്പർ 14 ആൻസർ. So this is the explanation of these 2 questions.